വീണ്ടും ഗുഡ് മോർണിംഗ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ലിവിങ് ബൈബിളിൽ നിന്ന് അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ വായിക്കാം. 1 John chapter 2 verse 5. But those who obey God's word really do love him. നമ്മൾ മലയാളത്തിൽ വായിച്ചു കേട്ടത്, കർത്താവിനെ അനുസരിക്കുന്നവനിൽ ദൈവത്തിൻ്റെ സ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു, എന്നാൽ അവൻ്റെ വചനം പാലിക്കുന്നവനിൽ സത്യമായിട്ടും ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. അതിൻ്റെ ലിവിങ് ബൈബിളിലെ ട്രാൻസ്ലേഷനാണ്. ബട്ട് ദോസ് ഹു ഒബേ ഗോഡ്സ് വേർഡ് റിയലി ഡു ലവ് ഹിം. അപ്പോൾ ദൈവത്തെ അനുസരിക്കുന്നവരാണ് യഥാർത്ഥമായിട്ടും കർത്താവിനെ സ്നേഹിക്കുന്നത്. അപ്പോൾ തിരിച്ചറിഞ്ഞോണം, ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങനെയെന്ന് ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കർത്താവിനെ അനുസരിക്കുന്നുണ്ടോ? കാരണം സ്നേഹം എങ്ങനെ ഞാൻ പ്രൂവ് ചെയ്യുന്നത്? നമ്മളൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യുന്നത്? കുറേ സ്മൈലി അയച്ചും അല്ലെ കുറേ ഗിഫ്റ്റ് കൊടുത്തും മാത്രമാണ്. നമ്മളൊരാളെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഞാൻ പറയായിരുന്നു, നമ്മളെപ്പോഴും അവരുടെ ആ ഒരു ഫെലോഷിപ്പിലായിട്ട് ശ്രദ്ധിക്കുക, അവരുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ. 2, നമ്മളവരെ വേദനിപ്പിക്കുന്നു. ഇപ്പം നമ്മുടെ ചില സ്വഭാവങ്ങൾ അവർക്ക് ഇഷ്ടമല്ല എന്ന് നമുക്ക് മനസ്സിലായി, അവരത് പറയുക. നമ്മൾ ഉടനെ നമ്മൾ അവരോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയാം, നമ്മുടെ ഈ സ്വഭാവം നമ്മൾ മാറ്റിക്കളയും. യഥാർത്ഥമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ഒരു ലക്ഷണമാണ്. അതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ കർത്താവിനെ ശരിയായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കർത്താവിനെ അനുസരിക്കും. ദോസ് ഹു ഒബേ ഗോഡ്സ് വേർഡ് റിയലി ഡു ലവ് ഹിം. നമ്മൾ അനുസരിക്കുന്നുണ്ടോ? കർത്താവ് നമ്മളോട് എത്രയോ കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ സംസാരിക്കുന്നുണ്ട്, പല കാര്യം. വീണ്ടും ജനനത്തിന് ആവശ്യമായ കാര്യങ്ങൾ, മാനസാന്തരപ്പെടേണ്ട മേഖലകൾ, പരിശുദ്ധാത്മാവിനെ നിറയേണ്ടതിൻ്റെ ആവശ്യകത, അല്ലെങ്കിൽ അതിൻ്റെ കുറിച്ചുള്ള ആഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞു, ബാപ്റ്റിസത്തെക്കുറിച്ച് പറഞ്ഞു, കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയെക്കുറിച്ച് പറഞ്ഞു, ഡിനൈ യുവർ സെൽഫ് എന്ന് പറഞ്ഞു, ആൻഡ് ടേക്ക് അപ്പ് ദ ക്രോസ് ആൻഡ് ഫോളോ മീ എന്ന് പറഞ്ഞു. എത്രത്തോളം നമുക്ക് അനുസരിക്കാൻ പറ്റും? ഒരു ആഗ്രഹമെങ്കിലും നമ്മുടെ ഉള്ളിലുണ്ടായത്. പലപ്പോഴും നമ്മൾ വികാരജീവികളാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഭയങ്കര തീരുമാനം വികാരത്തിൻ്റെ പുറത്തെടുക്കും. പുറത്തോട്ടുമ്പോൾ ഇത് പാടെ നമ്മൾ മറന്നു. ഇതകത്ത് ആത്മാവിലോട്ട് പോകുന്നില്ല. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം, ഔട്ടർ കോർട്ട്, ഹോളി പ്ലേസ്, മോസ്റ്റ് ഹോളി പ്ലേസ്. ഈ വികാരം എന്ന് പറയുന്നത് അല്ലെ നമ്മുടെ സോളിൽ എന്ന് പറഞ്ഞാൽ വിശുദ്ധ സ്ഥലം. അതിവിശുദ്ധ സ്ഥലമാണ് സ്പിരിറ്റ്, നമ്മുടെ അകത്തെ മനുഷ്യൻ, പരിശുദ്ധാത്മ വസിക്കുന്ന സ്ഥലം. ഈ തീരുമാനങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല. കാരണം നമ്മുടെ വികാരത്തള്ളലിൽ നമ്മൾ ആ രണ്ടാമത്തെ ആ ഹോളി പ്ലേസ് കൊണ്ട് നമ്മൾ നിർത്തുക. അതിനപ്പുറത്തെ ആത്മാവിലേക്ക് ഇത് പോയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്കിത് പ്രാവർത്തികമാകത്തുള്ളൂ, അല്ല അനുഭവിക്കാൻ പറ്റും. പലരും അത് അറിയുന്നില്ല. വികാര മണ്ഡലത്തിലാണ് ആരാധിക്കുകയും സന്തോഷിക്കുകയും കരയുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതെല്ലാം വികാരത്തിൻ്റെ മണ്ഡലം വരെ, അതിനപ്പുറത്തോട്ട് അതിനൊരു നിലനിൽപ്പില്ല. നമ്മൾ കണ്ടിട്ടില്ലേ, ഈ പല പള്ളികളും ഇപ്പോഴും പഴയ നിയമത്തിൻ്റെ രീതിയിലാണ് ആരാധിക്കുന്നത്. കുറേ സമയം കേട്ടൺ മാറ്റിയിടും, പിന്നെ അതിനുശേഷം കേട്ടൺ ഇട്ടിട്ട് അച്ഛനകത്ത് പോയിട്ട് അങ്ങനെയാണ്. അത് പഴയ നിയമ ആരാധന രീതിയാണ്. അത് മാറി. അപ്പോൾ ആ കേട്ടനെ തട്ടി നീക്കുക. ഇന്ന് നമ്മുടെ ഹൃദയമാകുന്ന, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, സോൾ, ദേഹം, ദേഹി വരെ വരുന്നുള്ള ഈ കാര്യങ്ങളെല്ലാം വികാരപരമായ തീരുമാനങ്ങൾ. അതിനപ്പുറത്ത് മോസ്റ്റ് ഹോളി പ്ലേസ്, അവിടെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. നമ്മുടെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാவோട് കൂട്ടായ്മയുള്ളത് ആ മോസ്റ്റ് ഹോളി പ്ലേസിലാണ്. അങ്ങോട്ട് ഇത് പ്രവേശിക്കാൻ നമ്മുടെ വികാരം പലപ്പോഴും നമ്മൾ അനുവദിക്കാറില്ല. നമ്മൾ അവിടെ കൊണ്ട് തൃപ്തരാകുക. അതുകൊണ്ട് മാനസാന്തരം നിലനിൽക്കാത്തത്. താഴെ അപ്പോൾ ബട്ട് ദോസ് ഹു ഒബേ ഗോഡ്സ് വേർഡ് റിയലി ഡു ലവ് ഹിം. That is the way to know whether or not we live in him. അങ്ങനെയാണ് നമ്മൾ അറിയുന്നത്, നമ്മളെല്ലാം അവനിൽ വസിക്കുന്നുണ്ടോ ഇല്ലല്ലോ, നമ്മളവനെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലല്ലോ. നമ്മളവനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അനുസരിക്കും, നമ്മളവനിൽ വസിക്കും. ടു ബി ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒന്നും ടു ഡ്വെൽ ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്നത് വേറൊരു കാര്യമാണ്. എന്ന് പറയാൻ കർത്താവിലാകുക എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവിലാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൽ വിശ്വസിക്കുക, മാനസാന്തരപ്പെടുക, കർത്താവിനെ രക്ഷിതായിട്ട് സ്വീകരിക്കുക. നമ്മൾ കർത്താവിലായി, വി ആർ ഇൻ ക്രൈസ്റ്റ്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. സ്നാനം ഏൽക്കുന്നവൻ യേശു ക്രിസ്തുവിലാവും.
കർത്താവിനോട് ചേരാൻ സ്നാനം ഏൽക്കുന്നവൻ യേശു ക്രിസ്തുവായിട്ട് ഒന്നാവും ഇൻ ക്രൈസ്റ്റ്. 2, അവനിൽ വസിക്കുക. അവനിൽ വസിക്കുക എന്ന് പറയുന്നത് അവൻ്റെ ഇതെല്ലാം റിസീവ് ചെയ്തിട്ടുണ്ട്. പാപക്ഷമ റിസീവ് ചെയ്തു, ഗ്രേസ് റിസീവ് ചെയ്തു, പരിശുദ്ധാത്മാവിനെ റിസീവ് ചെയ്തു, മേഴ്സി റിസീവ് ചെയ്തു. അതിൽ നമ്മൾ വസിക്കുക എന്ന് പറഞ്ഞാൽ ആ ഗ്രോത്തിലോട്ട് നമ്മൾ പോവുക, സ്പിരിച്വൽ ഗ്രോത്തിലോട്ട് നമ്മൾ പോവുക. അല്ല രക്ഷിക്കപ്പെട്ടു അതിനുശേഷം നമ്മൾ പിന്നെ പഴയലോട്ട് പോകുക. അതാ അവനിൽ വസിക്കുക. അപ്പോൾ ഇതെല്ലാം നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ ഭാഗങ്ങൾ. ആദ്യം നമ്മൾ രക്ഷിക്കപ്പെട്ടു, കർത്താവിൽ വിശ്വസിച്ചു, കർത്താവിൽ വിശ്വാസമായിട്ട് സ്വീകരിച്ചു. വി ആർ ഇൻ ക്രൈസ്റ്റ്. അതിനുശേഷം വി അബൈഡ് ഇൻ ഹിം. അവൻ വസിക്കുക. എങ്ങനെ? അവൻ്റെ വചനം കേട്ടു, അവൻ്റെ വചനം അനുസരിക്കുന്നു, അവൻ്റെ പരിശുദ്ധമായിട്ട് നമ്മൾ കൂട്ടായ്മ ആചരിക്കുന്നു, പരിശുദ്ധമായിട്ട് സഹായം ചോദിക്കുന്നു, നമ്മുടെ ജഡത്തെ വേണ്ടെന്ന് വെക്കുന്നു. ഇങ്ങനെ ഇറ്റ്സ് ആൻ ഓൺ ഗോയിങ് പ്രോസസ്. അതാണ് അവനിൽ വസിക്കുക. രണ്ടും രണ്ടാണ്. കർത്താവ് അനുഗ്രഹിക്കുന്നത്.